വർഷം 1998 ലോകകപ്പ് സ്വന്തമാക്കി വരുന്ന ടീമായിരുന്നു ഫ്രാൻസ്. മാത്രമല്ല കൃത്യം 2 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവർ തന്നെയായിരുന്നു 2000 യൂറോപ്പ് ചാമ്പ്യനും. നിലവിലെ ചാമ്പ്യനായിട്ടുള്ള ഫ്രാൻസ് ടീമിനായിരുന്നു 2002 കൊറിയയിലും ജപ്പാനിലുമായി നടക്കുന്ന വേൾഡ് കപ്പിലെ ഫേവറേറ്റ്. ഫ്രാൻസിന്റെ ആദ്യ ഗ്രൂപ്പ് മത്സരം നടക്കുന്നു. എതിരാളികൾ ആഫ്രിക്കൻ ടീമായിട്ടുള്ള സെനഗൽ. ഇതേ വർഷം തന്നെയായിരുന്നു ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ ആഫ്രിക്കൻ ടീം യോഗ്യത നേടുന്നത്. ചരിത്രത്തിന്റെ ഏടുകൾ മറച്ചു നോക്കുമ്പോൾ ഫ്രാൻസിന് തക്കതായ എതിരാളികളല്ല ഈ സെനഗൽ. അന്നത്തെ ഫുട്ബോൾ പണ്ഡിറ്റുകളാകട്ടെ മത്സരം ഇങ്ങനെ വിധി എഴുതി: സെനഗൽ ആദ്യമായിട്ടാണ് ലോകകപ്പ് കളിക്കാൻ വരുന്നത്. തീർച്ചയായും ഫ്രാൻസ് ഒരു 4-0 വിജയിക്കും. കൊറിയൻ സ്റ്റേഡിയത്തിലെ വേൾഡ് കപ്പ് മത്സരം ആരംഭിക്കുമ്പോൾ തന്നെ ഫ്രാൻസ് ജയിച്ചെന്ന് പലരും വിധി എഴുതി. പരിക്ക് കാരണം ഈ മത്സരത്തിൽ സാക്ഷാൽ സിനദിൻ സിദാൻ കളിച്ചിരുന്നില്ല. എന്നിരുന്നാലും ഫ്രാൻസിന്റെ ടീമിൽ തിയേറി ഹെൻറി, വിയേര പോലെയുള്ള സൂപ്പർ താരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ മത്സരം തുടങ്ങിയതിനു ശേഷം ലോകം കണ്ടത് സെനഗൽ എന്ന രാജ്യത്തിന്റെ അട്ടിമറിയായിരുന്നു. ഒരു ആദ്യമായി ലോകകപ്പ് കളിക്കാൻ വരുന്ന ടീമിന്റെ പവർ അല്ല അവിടെ കണ്ടത്. നിലവിലെ ചാമ്പ്യന്മാരുടെ പല അറ്റാക്കുകളും അവർ വലിഞ്ഞു മുറുക്കി. ശേഷം മത്സരത്തിന്റെ 30ാമത്തെ മിനിറ്റിൽ ലോക ഫുട്ബോളിലെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് സെനഗൽ താരമായിട്ടുള്ള പാപ്പ ബൗമ ദിയോപ്പ് ഫ്രാൻസിന്റെ നെഞ്ചം കൂടി തകർത്ത് ഒരു ഗോൾ നേടുകയുണ്ടായി. ഈ ഏകപക്ഷീയമായ ഗോളിന്റെ ബലത്തിൽ തന്നെയായിരുന്നു ഫ്രാൻസിനെ അട്ടിമറിച്ച് സെനഗൽ വരവറിയിച്ചത്. ആദ്യമായി ലോകകപ്പ് കളിക്കാൻ വരുന്ന ടീമാണ് സെനഗൽ. പക്ഷേ അവരെ ചെറുതാക്കി കാണരുതായിരുന്നു. ആദ്യമായി ലോകകപ്പ് കളിക്കാൻ വരുന്ന സെനഗൽ അന്ന് ആഘോഷിച്ചത് ലോകകപ്പ് സ്വന്തമാക്കിയതുപോലെയാണ്.